പറഞ്ഞ് അറിയിക്കാൻ സാധിക്കാത്ത രീതിയിൽ സമര തീക്ഷ്ണതയുള്ള ഒരു നേതാവ്, ഏതാണ്ട് 85 വർഷക്കാലം ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു നേതാവ്, ആ മനുഷ്യൻ്റെ വിയോഗമാണ് നഷ്ടമായിരിക്കുന്നത്. ആ വിയോഗമാണ് ഉണ്ടായിരിക്കുന്നത്. ആ വേലിക്കകത്ത് വീട്ടിൽ തിരുവനന്തപുരത്ത്, ആലപ്പുഴയിൽ മാത്രമല്ല തിരുവനന്തപുരത്തും വേലിക്കകത്ത് വീടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട് വേലിക്കകത്തെന്നുള്ള വീടാണ്. ആ വീട്ടിൽ അദ്ദേഹം അവസാനമായി ഇരിക്കുകയാണ്. മൂന്നോ നാലോ മണിക്കൂർ മാത്രമായിരിക്കും ഈ വേലിക്കകത്ത് വീട്ടിൽ അദ്ദേഹം ഉണ്ടാവുക. അതിനുശേഷം നേരെ ദർബാർ ഹാളിലേക്ക് ങ്ങൾക്ക് പോരാട്ടങ്ങൾ വീര്യങ്ങൾക്ക് വലിയ രീതിയിൽ നേതൃത്വം നൽകിയ ആ സ്ഥലത്തേക്ക് ദർബാർ ഹാളിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. അതിനുശേഷം ഏതാണ്ട് 2 മണിയോടുകൂടി വിപ്ലവങ്ങളുടെ മണ്ണായിട്ടുള്ള ആലപ്പുഴയിലേക്ക് അദ്ദേഹം യാത്ര തിരിക്കും. അദ്ദേഹം സ്ഥിരം യാത്ര ചെയ്യുന്നത് ദേശീയപാതയിലൂടെയായിരുന്നു. ആ ദേശീയപാതയിലൂടെ തന്നെ അദ്ദേഹം ആലപ്പുഴയിലേക്ക് യാത്ര തിരിക്കും. കൊല്ലത്തിൻ്റെയും അതുപോലെ തന്നെ ആലപ്പുഴയുടെ ഒക്കെ തന്നെ അവസാനമായ ഓരോ വീഥികളിലും ആൾക്കാരുണ്ടാകും. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഓരോ വീഥികളിലും ആൾക്കാരുണ്ടാകും. അവർക്കൊക്കെ തന്നെ അഭിവാദ്യം അർപ്പിക്കാനുള്ള അവസരം നൽകിയ ശേഷം അദ്ദേഹം നേരെ വലിയ ചുടുകാട്ടിൽ വിപ്ലവ സ്മരണകൾ ഉറങ്ങുന്ന ഒട്ടേറെ വിപ്ലവകാരികൾ, ഒട്ടേറെ സമര നേതാക്കന്മാർ ഉറങ്ങുന്ന ആ മണ്ണിലേക്ക് അദ്ദേഹം മടങ്ങും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇന്നും BSന്റെ വീട്ടിലേക്ക് ഇന്നലെ രാത്രി ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് വേലിക്കകത്ത് വീട്ടിലേക്ക് ഭൗതിക ശരീരം എത്തിച്ചത്. അതിനുശേഷം കുടുംബാംഗങ്ങൾക്ക് മാത്രമേ അവിടെ ഒരു അവസരം ഉണ്ടാവൂ, അദ്ദേഹത്തെ കാണാനും ഒക്കെ അവസരം ഉണ്ടാവൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ രാത്രി അണമുറിയാതെ ഓരോ പ്രവർത്തകരും പല സ്ഥലങ്ങളിൽ നിന്ന്, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല പ്രവർത്തകരും ഇവിടേക്ക് എത്തുകയാണ്. അദ്ദേഹത്തെ കാണാതിരിക്കാനാകില്ല. കാരണം ഇത് VS ആണ്. പ്രവർത്തകർ വീട്ടിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. AKG സെന്ററിൽ മാത്രമാണ് പൊതുദർശനം പാർട്ടി പ്രവർത്തകർക്ക്, വീട്ടിൽ അടുത്ത ബന്ധുക്കൾക്ക് മാത്രമാണെന്ന് പറയുമ്പോഴും എങ്ങനെയാണ് ഒടുവിൽ വൈകി ഇത് നിയന്ത്രിക്കാൻ കഴിഞ്ഞത്? പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് VS ആണ്, ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചൊരു നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തകർക്ക് തന്നെ രാത്രി മണമുറിയാതെ വന്ന് ഇന്നലെ MP മാരടക്കമുള്ള ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തി. വെളുപ്പിനെ 3 മണിയോടുകൂടിയാണ് അവരൊക്കെ തന്നെ എത്തി. ഒട്ടേറെ പ്രവർത്തകർ ആലപ്പുഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ സഖാവിൻ്റെ ഏറ്റവും വലിയ തട്ടുകാവായിരുന്നു പാലക്കാട്. അതെ, മലമ്പുഴ. VS ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ അനിശ്ചിത നേതാവല്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പാലക്കാട് ഇത്രയും ബുദ്ധിമുട്ടി ഇന്ന് തന്നെ കാണണം കൊണ്ട് എത്തിയത്. എത്തി 5:04 ഇവിടെ എത്തി. എന്താണ് നിങ്ങളുടെ ഒരു ഓർമ്മ? VS എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓരോ ഓർമ്മകളുണ്ട്. കാര്യം നിങ്ങളുടെ നാട്ടിൽ VS എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വികാരമാണ്. നമ്മൾ പ്രത്യേകിച്ച് പാലക്കാട്ടുകാരെ സംബന്ധിച്ച് VS ഞങ്ങളുടെ വികാരമാണ്. അതുകൊണ്ടാണ് വാർത്ത അറിഞ്ഞ ഉടൻ ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു. രാത്രി നോക്കാതെ ഓടി ഇവിടെ എത്തി, പുലർച്ചെ എത്തി. അധ്യാപകരാണല്ലേ? അധ്യാപകർ KSTയുടെ പ്രവർത്തകരാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു നക്ഷത്രമായിട്ട് ഇനി മലയാളി മനസ്സുകളിൽ എന്നും ഉണ്ടാവുമെന്നതിൽ മലയാളികൾക്കാർക്കും സംശയം ഉണ്ടാവില്ല. ഇതുപോലെ VSന് തുല്യമായിട്ടുള്ള ഒന്ന് VS മാത്രമായിരിക്കും. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒപ്പം തന്നെ ഒരു ജനകീയ പ്രക്ഷോഭങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത ഒരു ജനനായകനാണ് ഇന്ന് വിട പറയുന്നത്. അതിൽ നമ്മളെ സംബന്ധിച്ച് ആ ഓർമ്മകളും അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യങ്ങളെ നാട്ടിൽ ശാശ്വതമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, വരും തലമുറയെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പഠിപ്പിക്കുക എന്നൊക്കെ അധ്യാപകരെ സംബന്ധിച്ചും ഒരു ഉത്തരവാദിത്വമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ആ രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷേ കേരളം ആയതുകൊണ്ട് തന്നെ ഇത് പുതിയ ആളുകൾ, പുതിയ തലമുറ ഇനിയും വരുമെന്ന് തന്നെ വിചാരിക്കുന്നു. തന്നെയാണ്, പുതിയ തലമുറ ഇനിയും വരും. പക്ഷേ VS ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, VS എന്ന 2 അക്ഷരം ഓരോരുത്തരുടെയും മനസ്സിൽ കോറിയിട്ടതാണ്. എല്ലാവർക്കും പ്രതീക്ഷയും അതുപോലെ തന്നെ എല്ലാവർക്കും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു ആശ്രയ കേന്ദ്രമായിരുന്നു. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ചൂഷണങ്ങൾക്കും അതുപോലെ തന്നെ അവഗണനകൾക്കുമെതിരെ ശക്തമായി പോരാടുകയും അതുപോലെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും കക്ഷി രാഷ്ട്രീയ അതീതമായി കാണുകയും അതുപോലെ തന്നെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിലും അത് പിന്തുടർന്ന് അതിന് വിജയം വരിക്കുന്നവരെ മുന്നോട്ട് പോകുന്ന ഒരു പോരാളിയായിരുന്നു VS. ജനങ്ങൾക്ക് എല്ലാവർക്കും, കേരളത്തിലെ ജനതയ്ക്കും ഇന്ത്യയിലെ ജനതയ്ക്കും ഒരു മാതൃകാ പുരുഷനും അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രതീക്ഷയുമായിരുന്നു അദ്ദേഹമാണ്. കണ്ണൻ, പോരാട്ട വീര്യത്തിന് 2 അക്ഷരം കൊണ്ട് നമുക്ക് എഴുതി വയ്ക്കാൻ കഴിയുമെങ്കിൽ ആ 2 അക്ഷരം VS എന്നാണ്. ഭരണപക്ഷത്തിനൊപ്പം നിൽക്കുമ്പോൾ, പാർട്ടിക്കൊപ്പം നിൽക്കുമ്പോൾ, പ്രതിപക്ഷത്ത് നിൽക്കുമ്പോഴൊക്കെയും
വി എസിന്റെ ശബ്ദം ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ ഉയർന്നു കേട്ടു. യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയായിരിക്കണം എന്നത് തെളിയിച്ചു തന്ന ഒരാൾ എന്ന നിലയിൽ കൂടിയാണ് നമ്മളൊക്കെയും വി എസിനെ ഓർക്കുന്നത്. പോരാട്ടങ്ങളിലൂടെ, നിലപാടുകളിലൂടെ, ആ നിലപാടുകൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൽ എടുത്ത എഫേർട്ടുകളെ കുറിച്ച് ഇതൊക്കെയും നമുക്ക് നല്ല ബോധ്യമുണ്ട്. അത് തന്നെയാണ് ഇന്നലെ മുതൽ വിപ്ലവ അഭിവാദ്യങ്ങളായ അദ്ദേഹത്തിന് നാടെങ്ങുമുള്ള മലയാളികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.